ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ക്രൂശിലേക്കുള്ള ഒരു യാത്രയിൽ നാം ഇപ്പോൾ സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ നോമ്പ് കാല ദിവസങ്ങളിലൊക്കെയും നമ്മെ നടത്തിയവനായിട്ടുള്ള കർത്താവിൻ്റെ സന്നിധിയിൽ നമ്മുടെ ജീവിതങ്ങളെ നമുക്ക് സമർപ്പിക്കാം. ഇന്നത്തെ ധ്യാന ചിന്തയ്ക്കായി തിരഞ്ഞെടുത്തിരിക്കുന്ന വേദഭാഗം വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 26-ാം അധ്യായം 1 മുതൽ 16 വരെയുള്ള വാക്യങ്ങൾ. യഹൂദന്മാർക്ക് വിമോചനത്തിൻ്റെ ഒരു ആഘോഷമാണ് പെസഹ. തങ്ങളുടെ ചരിത്രത്തിൽ ദൈവം ഇടപെട്ട ദിവസങ്ങൾ എന്ന് തലമുറകളായി വിശ്വസിക്കുകയും ആഘോഷിക്കപ്പെടുകയും ചെയ്യുന്ന ദിവസങ്ങൾ. മിസ്രൈമിൽ നിന്നുള്ള ഇസ്രയേൽ ജനതയുടെ വിടുതലിൻ്റെ ദിവസമായിരുന്നു ആദ്യ പെസഹ. അന്നു മുതൽ എല്ലാ വർഷവും അവർ പെസഹ ആചരിച്ചു. യഹൂദന്മാരുടെ ദേശ അഭിമാനവും ദൈവബോധവും ആഘോഷമായി ചെലവഴിക്കുന്നതിനിടയിലാണ് യേശുവിൻ്റെ സാന്നിധ്യവും അവനെ കീഴ്പ്പെടുത്തുവാനുള്ള ശ്രമവും ശ്രദ്ധയാകർഷിക്കുന്നത്. ഒരു സമൂഹത്തിൻ്റെ വിടുതലിനേക്കാളുപരി സകല ചരാചരങ്ങളുടെയും വീണ്ടെടുപ്പ് ക്രിസ്തുവിൽ സംഗതമായി എന്നതാണ് സുവിശേഷകർ പ്രഖ്യാപിക്കുന്നത്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 26:1 മുതൽ 14 വരെയുള്ള വാക്യങ്ങൾ യേശുവിനെ കൊല്ലുവാനുള്ള ആലോചനയുടെ മുൻകുറിയായി വിശദീകരിക്കപ്പെടുന്ന സംഭവത്തിൻ്റെ വിശദീകരണമാണ്. എല്ലാ പ്രവൃത്തികൾക്കും വിലയിട്ട് കണക്കാക്കുന്ന ഈ ഒരു കാലഘട്ടത്തിൽ നമ്മളോട് തന്നെ നമുക്ക് ചോദിക്കുവാനായിട്ട് സാധിക്കണം, യേശു എനിക്ക് ആരാണ്? കർത്താവ് എൻ്റെ ജീവിതത്തിൽ എന്തെല്ലാം നന്മകൾ ചെയ്തു? എനിക്ക് എന്ത് പകരം കൊടുക്കുവാനായിട്ട് സാധിക്കും എന്ന്. സംഭവിപ്പാനിരിക്കുന്ന ക്രൂശ് മരണത്തെയും അതിലേക്ക് നയിക്കപ്പെടുന്ന സംഭവങ്ങളെയും വ്യക്തമായി അറിയുന്ന ഒരാളായിരുന്നു യേശു ക്രിസ്തു. വരും വരായ്മകൾ മനസ്സിലാക്കി അപകടം ഒഴിവാക്കുവാനായിട്ട് ഏറെ ശ്രദ്ധ കാണിക്കുന്ന ഈ ഒരു കാലഘട്ടത്തിൽ ഈ യേശു കർത്താവിൻ്റെ ജീവിതം ഒരു ബദൽ ചിന്തയാണ്. ആവശ്യത്തിലിരിക്കുന്നവരെ സഹായിക്കുന്നതും സമൂഹത്തിൽ തള്ളപ്പെടുന്നവരോടൊപ്പം ജീവിതം ചെലവഴിക്കുന്നതും ഒഴിവാക്കപ്പെടുന്നവരുടെ കൂടെ പക്ഷം ചേരുന്നതും മാറ്റി നിർത്തപ്പെടുന്നവർക്കായി ശബ്ദമുയർത്തുന്നതും ക്രിസ്തുവിനെ അനുകരിക്കുന്നതിന് തുല്യമാണെന്ന് നാം ഓരോരുത്തരും ഓർക്കേണ്ടതായിട്ടുള്ള കാര്യമാണ്. ഇത്തരം ഇടപെടലുകളിലൂടെ നമുക്ക് പ്രതിഫലവും വേദനയും ഒറ്റപ്പെടുത്തലുകളും പ്രയാസങ്ങളും ദുഃഖങ്ങളും ഒക്കെ ആയിരിക്കാം. എന്നാൽ ഈ വേദനകളുടെ വില ക്രിസ്തുവിനോളം വലുതാണ് എന്ന് നമുക്ക് ഓർക്കുവാനായിട്ട് കഴിയണം. എനിക്കെന്താണ് എൻ്റെ കർത്താവിനായിട്ട് നൽകുവാനായിട്ട് സാധിക്കുന്നത്? എനിക്കെന്ത് എൻ്റെ കർത്താവിന് തിരികെ കൊടുക്കുവാനായിട്ട് സാധിക്കും എന്ന് നമ്മളോട് തന്നെ ഒന്ന് ചോദിക്കുവാനായിട്ട് കഴിയണം. ഈ ഭാഗത്ത് 6-ാമത്തെ വാക്യം മുതൽ ഒരു സ്ത്രീയെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. യേശു ബഥാനിയിൽ കുഷ്ഠരോഗിയായിരുന്ന ശീമോൻ്റെ വീട്ടിൽ ഇരിക്കുമ്പോഴാണ് സ്ത്രീ വിലയേറിയ പരിമള തൈലം നിറഞ്ഞൊരു വെങ്കൽ ഭരണി എടുത്തുകൊണ്ട് അവൻ്റെ അടുക്കൽ വരുന്നത്. അവൻ പന്തിയിലിരിക്കുമ്പോൾ തന്നെ അവൻ്റെ തലയിൽ ആ സ്ത്രീ എണ്ണ ഒഴിക്കുന്നതായി നമുക്ക് ഈ ഭാഗം വായിക്കുമ്പോൾ കാണുവാൻ കഴിയും. പല ശിഷ്യന്മാരും ഇത് കണ്ട് മുഷിഞ്ഞ്, ഇത് എന്തിനു ചെയ്യുന്നു, ഇത്രയും വലിയ ചെലവ് എന്തിനാണ് ആവശ്യം എന്നൊക്കെ പറഞ്ഞ്, ഇത് വളരെ വിലയ്ക്ക് വിറ്റ് ദരിദ്രർക്ക് കൊടുക്കാമായിരുന്നുവല്ലോ എന്നൊക്കെ പറയുന്നതായിട്ടുള്ള നേരങ്ങളിലും യേശു അവിടെ 11, 12, 13 വാക്യത്തിലൂടെ നമ്മോട് സംസാരിക്കുന്നതായിട്ടുള്ള ചില കാര്യങ്ങളുണ്ട്. തൻ്റെ ശവസംസ്കാരത്തിൻ്റെ അടയാളമാണ് സ്ത്രീയുടെ പ്രവൃത്തി എന്ന് യേശു വിശേഷിപ്പിക്കുന്നു. അവളുടെ പ്രവൃത്തിക്ക് യേശു അർത്ഥവും വിലയും നൽകുമ്പോൾ ശിഷ്യന്മാരും കൂടെയിരിക്കുന്നവരും തൈലത്തിൻ്റെ വിലയും അതിൻ്റെ കച്ചവട സാധ്യതകളും ആ പണം കൊണ്ട് രൂപപ്പെടുത്താമായിരുന്ന സൽപ്പേരുമാണ് ചർച്ച ചെയ്യുന്നത്. സുഗന്ധ തൈലത്തേക്കാൾ വിലയാണ് അത് പ്രതിനിധീകരിക്കുന്ന രക്ഷണ്യ പ്രവൃത്തിക്ക്. യേശു മുൻപ് തന്നെ ശിഷ്യന്മാരോട് പ്രഖ്യാപിച്ച മരണം ഈ പ്രവൃത്തിയിലൂടെ സ്ഥിരീകരിക്കുന്നു. സ്ത്രീ ഉപയോഗിക്കുന്ന പരിമള തൈലം അവളുടേത് മാത്രമാണ്. എന്നാൽ യേശുവിൻ്റെ തലയിലേക്ക് അത് പകരുമ്പോൾ അതിൻ്റെ അർത്ഥം പൂർണ്ണമായി മാറുകയാണ്. നമ്മുടെ നോമ്പിലെ വിവിധ വ്യവസ്ഥകൾ അത് വ്യക്തിപരമാണ്. എന്നാൽ ഓരോ പ്രവൃത്തിക്കും ഒരു പുനരാഖ്യാന സാധ്യത ഈ സംഭവത്തിലൂടെ നൽകുന്നു. പ്രവൃത്തിക്ക് വില നൽകുന്ന ക്രിസ്തു സാന്നിധ്യമാണ്. ക്രിസ്തു ബോധ്യത്തിൽ ജീവിതം കെട്ടുപണി ചെയ്യപ്പെടുമ്പോഴാണ് വീണ്ടെടുപ്പിൻ്റെ യഥാർത്ഥ അനുഭവക്കാരായി മാറുന്നത്. 14, 15, 16 വാക്യങ്ങൾ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് യൂദാസ് കർത്താവിനെ ഒറ്റിക്കൊടുക്കുന്നതായിട്ടുള്ള ഒരു ഭാഗമാണല്ലോ. ക്രിസ്തുവിനോടൊപ്പം നടന്നു എന്നതുകൊണ്ട് ക്രിസ്തു സ്വാധീനത്തിൻ്റെ ലക്ഷണമല്ല എന്ന് യൂദാസ് നമ്മെ ഓർമ്മിപ്പിക്കുന്നു. മഹാപുരോഹിതന്മാരോടും മൂപ്പന്മാരോടും യേശുവിനെ കാണിച്ചു കൊടുക്കുന്നതിൻ്റെ വില ഈടാക്കുന്ന ഒരു ശിഷ്യൻ. ക്രിസ്തുവിൻ്റെ വില യൂദയ്ക്ക് കേവലം 30 വെള്ളിക്കാശാണ്. വ്യത്യസ്ത രീതികളിൽ യൂദയുടെ പ്രവൃത്തി അവിടെ ന്യായീകരിക്കാറുണ്ട്. യേശു കുരിശിൽ മരിക്കേണ്ടതായിരുന്നു എന്നും യൂദ അതിന് കേവലം മുഖാന്തരമായി എന്നും ആണ് അത്.
സ്ത്രീ കൊണ്ടുവന്ന പരിമള തൈലത്തിൻ്റെ വില ഒരു കൂലിക്കാരൻ്റെ 1 വർഷത്തെ വേതനത്തിന് തുല്യമാണ്. അത് വെറും ചിലവായി നിർവചിച്ച ഒരാളായിരുന്നു യൂദ. എന്നാൽ അതിൻ്റെ 10-1 വില മാത്രമാണ് യേശുവിനെ കാട്ടിക്കൊടുക്കുന്നതിൽ അവൻ്റെ പ്രതിഫലം. മനുഷ്യരുടെ വിനിമയ മൂല്യങ്ങളിൽ അല്ല ക്രിസ്തുവിൻ്റെ വില മനസ്സിലാക്കുന്നത്. ക്രിസ്തു സാമീപ്യത്തിന് ഒരാൾ മതിക്കുന്ന പ്രാധാന്യമാണ് ആ വ്യക്തി യേശുവിൽ കാണുന്നതും അനുഭവിക്കുന്നതുമായിട്ടുള്ള മൂല്യം. എന്നാൽ ക്രിസ്തു തന്നെ ജീവിത കേന്ദ്രവും പ്രവൃത്തിയുടെ ഊർജവും ആവുമ്പോൾ ജീവൻ്റെയും പ്രപഞ്ചത്തിൻ്റെയും വിലയാണ് ക്രിസ്തു. നാം എന്താണ് കർത്താവിന് പകരം കൊടുക്കുവാനായിട്ടുള്ളത്? ഇവിടെ ആ സ്ത്രീ വിലയേറിയ പരിമള തൈലം കൊണ്ടുവന്ന് കർത്താവിനെ അണിയിച്ചപ്പോൾ ക്രിസ്തു അതിനെ ഏറ്റവും വിലയേറിയതായി എണ്ണുവാനായിട്ട് ഇടയായി തീർന്നു. അതുകൊണ്ട് നമ്മുടെ ജീവിതങ്ങളും കർത്താവിൻ്റെ സന്നിധിയിൽ നമുക്ക് സമർപ്പിക്കാം. അവൻ്റെ കരങ്ങളിൽ നമ്മുടെ ജീവിതങ്ങളെ ഏൽപ്പിച്ച് താഴ്ത്തി ഈ നോമ്പിൻ്റെ കാലങ്ങളിൽ കർത്താവിനോട്, എൻ്റെ ദൈവമേ, നിൻ്റെ സന്നിധിയിൽ ഞങ്ങളുടെ ജീവിതങ്ങളെ സമർപ്പിക്കുന്നു എന്ന പ്രാർത്ഥനയോടുകൂടെ നമ്മുടെ ജീവിതങ്ങളെ അവൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കാം. അതിന് ദൈവം തമ്പുരാൻ നമ്മെ പര്യാപ്തപ്പെടുത്തട്ടെ. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.